ഇപ്പോൾ ബലേനോൻ്റെ കേസിൽ ബാക്കിയുള്ള മോഡലുകൾ എനിക്കറിയില്ല. ബലേനോൻ്റെ കേസിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ല എനിക്ക് കിട്ടിയ അതേ പണി നിങ്ങൾക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്ത, അതായത് അവരെനിക്ക് ഇൻസ്റ്റാൾ ചെയ്ത ഒരു ഐറ്റമാണിത്. ഇന്നത്തെ വീഡിയോ പുതിയ ബലേനോയിൽ 90 മാറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു വീഡിയോ ആണ്. കൂസോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഞാനിത് എവിടെ നിന്നാണ് ചെയ്തത്, അല്ലെങ്കിൽ ഇതിന് എത്ര രൂപയായിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നതാണ്. നമ്മളിപ്പോൾ ക്യൂപ്രോ അല്ലെങ്കിൽ GFXൻ്റെ ഒക്കെ ഇതേപോലത്തെ മാറ്റുകൾ കാണാറുണ്ട്, പക്ഷേ അത് പുറത്തോട്ടൊന്നും അതിൻ്റെ കവറിങ് കിട്ടുന്നില്ല. ഓട്ടോടെക്കിൻ്റെ ബ്രാൻഡിലൊക്കെ അതുണ്ട്. അതേപോലെ ഒരു കുറച്ചൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഈ കൂസോ ഓട്ടോടെക്കൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ ഒരു വലിയൊരു ചാക്കിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇപ്പോൾ അവരത് നമ്മുടെ ഡ്രൈവർ സൈഡിലും അതുപോലെ കോ ഡ്രൈവർ സൈഡിലും ബാക്കിലൊക്കെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അതിലൊരു യെല്ലോ കളറിൽ അതിൻ്റെ ബാഡ്ജിങ് കാണാം, അവരുടെ ലോഗോയാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ പുറത്തോട്ട് അതിൻ്റെ ആ ഒരു കവറിങ് കാണാം. അപ്പോൾ നമ്മൾ ചവിട്ടി കയറുന്നിടത്തൊന്നും അങ്ങനെ അധികം ചളിയാവുന്നില്ല. അതുപോലെ തന്നെ ഉള്ളിലോട്ടും പുറത്തോട്ട് അത് നിൽക്കുന്നതുകൊണ്ട് ഉള്ളിലും ആ ചളി വീഴില്ല. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നമുക്കതുപോലെ തന്നെ ഈസി ആയിട്ട് ഇത് വേണമെങ്കിൽ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈ പൊടിയൊക്കെ തട്ടി കളയാനും സിമ്പിളാണ്. ഇപ്പോൾ അവരിത് ബാക്ക് സൈഡിൽ ചെയ്യുന്നതാണ് കാണുന്നത്. ഇവരിത് ചെയ്യുന്നതിന് മുന്നേ ഫുള്ളി വാക്വം ചെയ്ത് ഓൾറെഡി അതിനകത്തുള്ള ഡസ്റ്റും പൊടികളും കാര്യങ്ങളെല്ലാം ചളികളെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു പ്രൊഡക്റ്റ് അവിടെ ഫിറ്റ് ചെയ്യുന്നത്. ഈ കാണുന്നൊരു ചാക്കിലാണിത് വന്നിട്ടുള്ളത്. ഇത് ബാക്കിലെ ഐറ്റമാണ്. നിങ്ങളിപ്പോൾ ഈ കൂസോ ബ്രാൻഡിലാണ് ഇത് ചെയ്യുന്നതെങ്കിലും ഇപ്പോൾ ബലേനോൻ്റെ കേസിൽ ബാക്കിയുള്ള മോഡലുകൾ എനിക്കറിയില്ല. ബലേനോൻ്റെ കേസിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ല എനിക്ക് കിട്ടിയ അതേ പണി നിങ്ങൾക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്ത, അതായത് അവരെനിക്ക് ഇൻസ്റ്റാൾ ചെയ്ത ഒരു ഐറ്റമാണിത്. ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടോ ഉപയോഗിച്ചിട്ടോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ തന്നെ ആണല്ലോ എന്നുള്ളൊരു രീതിയിൽ അവർ ഫിറ്റ് ചെയ്ത സമയത്ത് നമ്മളങ്ങനെയാണല്ലോ വിശ്വസിക്കുക, നമ്മളങ്ങനെ അത് ഇട്ടു. നിങ്ങളിപ്പോൾ ഇത് കാണുമ്പം ഇത് ഫുള്ള് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് നിൽക്കുന്ന പോലെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്തു ഈ ഒരു പ്രൊഡക്റ്റ് ഇട്ടതിന് ശേഷം. അത് എന്താണെന്ന് ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾ ഈ ബാക്ക് സൈഡിൽ തന്നെ കാണാം. നമ്മൾ നോക്കുമ്പം ഇത് കറക്റ്റാണ്, ഫിറ്റാണ്, ഒരു പ്രശ്നവുമില്ല. ആ രീതിയിൽ തന്നെ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു ഇഷ്യൂ കൊണ്ടൊന്നും അല്ലത് ഞാൻ ഈ പറയുന്നത്. ബലേനോ 2022 അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കവറിന് പുറത്താണെങ്കിൽ ആ മാറ്റിൻ്റെ അടിയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് പുതിയ മോഡൽ ബലേനോയ്ക്ക് ഫിറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം അല്ലായിരുന്നു ഈ വന്നത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുമ്പം ഇതൊക്കെ ഫിറ്റായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഞാൻ കുറച്ച് ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നത് ഇട്ടതിന് ശേഷം. ഇപ്പം അവിടെ നിന്ന് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയ സമയത്ത് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാറ്ററി ഡൗൺ ആയതുകൊണ്ടാവാം ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിച്ചു. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഈ കാണുന്ന ഒരു ഐറ്റത്തിൻ്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ്, അതായത് ഈ ഡിസൈനിലുള്ള ഇതിൻ്റെ ആ ഡ്രൈവർ സൈഡിൽ വരുന്ന ആ ഐറ്റത്തിനൊരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ട്. ഞാനതാണ് പറഞ്ഞത്, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലായിരുന്നു എന്ന് പറഞ്ഞ കേസ് പറഞ്ഞത്. ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ ക്ലച്ച് താഴോട്ട് മുഴുവനായിട്ട് പോവില്ല. അവിടെ നമ്മുടെ ചെരുപ്പോ അല്ലെങ്കിൽ ലിവറോ ആ ഒരു പാഡിലിങ്ങനെ തട്ടി നിൽക്കുക ചെയ്യാം. അവിടെ അതതിൻ്റെ ആ മാനുഫാക്ചറിങ് ഇഷ്യൂ കാരണം വന്നതാണ്. അപ്പോൾ ഞാനത് അവരുടെ അടുത്ത് അന്നത് കാര്യമാക്കില്ല, വീട്ടിൽ പോയി പിന്നെ തിരിച്ച് വന്ന് ഞാൻ ഇവരോട് ഇഷ്യൂ പറഞ്ഞപ്പോഴാണ് ഇവർ ചെക്ക് ചെയ്തപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഡിസൈനിലുള്ള ഈ ഐറ്റത്തിന് ഈ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ഒരുപാട് പ്രഷർ കൊടുത്ത് അത്രയും ഡീപ്പായിട്ട് താഴോട്ട് ചവിട്ടേണ്ട ഒരു കേസ് വരും. എന്നാൽ മാത്രമേ നമുക്ക് ക്ലച്ച് നന്നായി പ്രോപ്പറായിട്ട് ഗിയർ മാറി അതുപോലെ തന്നെ വണ്ടി സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കാലിന് വല്ലാതെ സ്ട്രെയിൻ വരികയായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ഇവരുടെ അടുത്തോട്ട് പിന്നെയും വന്ന് ഈ ഒരു കേസ്, ഈ ഒരു ഇഷ്യൂ ഞാൻ ഇവരോട് പറഞ്ഞു. അതേപോലെ തന്നെ ബാക്ക് സൈഡിലാണെങ്കിലും നിങ്ങൾ ഈ കാണുന്നത് പോലെ ആ ഒരു പോർഷനിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അത് നമ്മളങ്ങനെ നോട്ടീസ് ചെയ്യില്ല. ഡ്രൈവർ സൈഡിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നതുകൊണ്ടാണ് നമ്മൾ ബാക്ക് സൈഡിൽ ആ കാര്യം കൂടെ നോക്കിയപ്പോൾ കണ്ടത്. അങ്ങനെ ഞാൻ എന്തായാലും ഇവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇവർ ഒരു പുതിയ ഐറ്റം ഇട്ട് നോക്കാമെന്ന് പറഞ്ഞു. അതായത് സെയിം ബ്രാൻഡിൽ തന്നെ സെയിം ഐറ്റം തന്നെ ഒന്ന് മാറ്റിയിട്ട് നോക്കാമെന്നുള്ള രീതിയിൽ ഇവർ പറഞ്ഞു. അങ്ങനെ ഇത് മാറ്റിയിട്ട് ഒന്നും കൂടി ഇടാൻ തീരുമാനിച്ചു. അങ്ങനെ മാറ്റിയിട്ട ഐറ്റമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ ഡിസൈനും മാറ്റമുണ്ട്. അതിൽ പ്രോപ്പർ ഫിറ്റാണ് ഈ ഐറ്റം. പുറത്തോട്ടാണെങ്കിലും അതേപോലെ തന്നെ ആ ലിവറിൻ്റെ താഴ്ഭാഗത്ത് നിങ്ങൾക്ക് കാണാം ഈ ചവിട്ടുന്ന സമയത്ത് അങ്ങോട്ടത് ഉള്ളോട്ട് പോകാൻ വേണ്ടിയുള്ള രീതിയിൽ അവിടെ നിന്ന് ഒരു ചെറിയൊരു കുഴി പോലെ ഉണ്ട്, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് ചവിട്ടുമ്പോൾ യാതൊരു പ്രശ്നമില്ല. ഇപ്പോൾ ഇത് പ്രോപ്പർ ഫിറ്റായി. ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. നിങ്ങൾ നോക്കിയെടുത്തില്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, പണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്. ഇതും സെയിം ബലേനോ ആ സെയിം മോഡൽ നമ്പറിൽ വന്നതാണ്, പക്ഷേ വേറെ ഐറ്റമാണ്. മറ്റേത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ട്, ഇത് ഡിഫറെൻറ്റ് ഡിസൈനുമാണ്. ചിലപ്പോൾ അതിനൊരു ഇഷ്യൂ വന്നതുകൊണ്ട് ഇവർ പുതിയ രീതിയിൽ ഇത് ഇറക്കിയതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളിനി പുതിയതെടുക്കാൻ നേരത്ത് ഈ ഒരു ഐറ്റം തന്നെ നോക്കിയെടുക്കണം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ബാക്ക് സൈഡിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ഐറ്റം നോക്കിക്കഴിഞ്ഞാൽ കാണാം വേറൊരു ഐറ്റം തന്നെയാണ്. കൂടുതൽ കവറേജ് ഉണ്ട് ഇതിന്. ഇത് കൂടുതലായിട്ട് എന്താ പറയുക, പുറത്തോട്ടാണെങ്കിലും ആ സീറ്റിൻ്റെ അടിഭാഗത്തോട്ടും കൂടുതലായിട്ട് കയറി നിൽക്കുന്നുണ്ട്. പൊടിയൊന്നും ഉള്ളിലോട്ട് വീഴുകയില്ല. കൂടുതൽ കവറേജ് കിട്ടുന്നുണ്ട്, അതും പ്രോപ്പറായിട്ട് ഫിറ്റായി നിൽക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ഐറ്റം തന്നെ, ഈ ഡിസൈനിലുള്ള ഈ സെയിം ഐറ്റം തന്നെ നിങ്ങളെല്ലാവരും
അതായത് ബലേനോയിൽ ആരെങ്കിലും ഇത് ഇടാൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം തന്നെ നോക്കിയെടുക്കണം. അല്ലാതെ ആദ്യം നമ്മൾ ഇട്ടിട്ടുള്ള ആ ഐറ്റം ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഇഷ്യൂസ് എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. കണ്ടില്ല ഇത് എത്രത്തോളം കറക്റ്റായിട്ട് ഫിറ്റായിട്ടാണ് നിൽക്കുന്നത്. സീറ്റിൻ്റെ അടിഭാഗത്തോട്ടും കൂടുതലായിട്ട് കയറി നിൽക്കുന്നുണ്ട്. അവിടെ ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്, കവറേജ് കിട്ടുന്നതുകൊണ്ട് പൊടിയോ കാര്യങ്ങളൊന്നും ഉള്ളോട്ടാവില്ല. അതുപോലെ പുറത്തോട്ടാണെങ്കിലും നല്ല രീതിയിൽ ഫിറ്റായി നിൽക്കുന്നുണ്ട്. മറ്റേത് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഈ സെയിം ഡിസൈൻ തന്നെ നോക്കിയിട്ട് ഈ ബലേനോൻ്റെ ഇടുമ്പം ഇട്ടിട്ടില്ലെങ്കിൽ പണി കിട്ടും. ഇപ്പം ഞാനിത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. അത്രയും കറക്റ്റ് ഫിറ്റായിട്ട് നിൽക്കണം. ഡ്രൈവ് ചെയ്യുമ്പോഴും യാതൊരു ഇഷ്യൂസില്ല, കോ ഡ്രൈവർ സൈഡിലോ ബാക്ക് സൈഡിലോ എവിടെയും യാതൊരു ഇഷ്യൂസും ഇല്ല. പ്രോപ്പർ ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ വില പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാനിത് ചെയ്തത് കോഴിക്കോട് താമരശ്ശേരിയിലുള്ള ലിവ കാർ ആക്സസറീസ് എന്നാണ്. ഈ കൂസോൻ്റെ പ്രൊഡക്റ്റ് ഞാൻ ഓൺലൈനിൽ നോക്കിയിരുന്നു. അവരുടെ വെബ്സൈറ്റിൽ 4900 രൂപയാണ്. ചില ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ ഈ 4500 ഞാൻ കണ്ടിട്ടുണ്ട്, 4400 കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്തത് 4600 പക്ഷേ എനിക്കിതൊരു ലാഭമായിട്ടാണ് തോന്നിയത്. കാരണം ആ ഒരു ഇഷ്യൂ വന്നപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് ആയതുകൊണ്ട് ഇവരത് റീപ്ലേസ് ചെയ്ത് പുതിയൊരു ഐറ്റം തന്നു. അതേസമയം നമ്മൾ ഓൺലൈനിലാണ് നമുക്ക് റിട്ടേണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കേണ്ടി വന്നേനെ. അത് വെച്ച് നോക്കുമ്പം ഇതാണൊരു ബെറ്റർ ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.